I'm here for something different. Okay. And what if I tell you I can read all of your minds? Or I could make you guess what I want you to choose. Interesting, alle? Okay. So let me invite all of you to the mysterious world of mentalism. This is me, Mentalist Altaf. Okay. One second. Okay. നമുക്ക് ആദ്യം ഫസ്റ്റ് എല്ലാവരും കൂടിയിട്ടൊരു പരിപാടി നോക്കാം. ഓക്കെ, എല്ലാവരും എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന എല്ലാവരും ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ഒരു വ്യത്യാസമുണ്ട്. എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ണടച്ചേ. ഓക്കെ, എല്ലാവരും നല്ല സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. ഓക്കെ, എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാം. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് ഇമാജിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ നോക്കാം. നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ട്, ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ആ പേഴ്സണെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു സ്ഥലം വരെ പോവാണ്. ഓക്കെ, ആ പേഴ്സണെ കാണാൻ വേണ്ടി നിങ്ങളൊരു സ്ഥലം വരെ പോവാണ്. സപ്പോസ് കൊച്ചി, ഇവിടെ എറണാകുളം കൊച്ചി തന്നെ നിങ്ങൾ പോവാണ്. ഒരു അത്യാവശ്യം വലിയ നല്ലൊരു അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലാണ് നിങ്ങൾ നിൽക്കുന്നത് കേട്ടോ. നല്ല വൈറ്റ് കളർ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ആ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. കയറുമ്പോൾ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു ലോബി കാണാൻ സാധിക്കുന്നുണ്ട്. ആ ലോബിയുടെ ഒരു സൈഡിലായിട്ട് കുറെ സോഫാസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ നിങ്ങൾ മുമ്പോട്ട് നടന്നപ്പോൾ അവിടെ നല്ലൊരു റിസപ്ഷനിസ്റ്റിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നല്ല കോട്ടൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു റിസപ്ഷനിസ്റ്റിനെ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പുള്ളിക്കാരോട് ചോദിക്കുകയാണ്, എന്റെ ഒരു ഫ്രണ്ട്, ഓക്കെ, ഇന്ന ആളാണ്, എന്താണ് പേര്, അയാൾ ഏത് റൂമിലാണെന്ന് ചോദിക്കുകയാണ്. അപ്പോ ആ റിസപ്ഷനിസ്റ്റ് പറയുന്നു അവരെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലെ റൂമിലാണെന്ന് പറയുന്നു. ഓക്കെ, ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്. അപ്പൊ നിങ്ങൾ ഓക്കെ ശരി ആയിക്കോട്ടെ എന്ന് പറയുന്നു. നിങ്ങൾ എന്നിട്ട് ലിഫ്റ്റ് നോക്കി പോവാണ്. ലിഫ്റ്റ് നോക്കി പോകുമ്പോൾ നിങ്ങൾക്ക് ലിഫ്റ്റ് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ തൊട്ടടുത്തുള്ള സ്റ്റെയർ കണ്ടു. സ്റ്റെയറിൽ കൂടെ മേളിലേക്ക് ഇങ്ങനെ കയറി മേളിലേക്ക് എത്തി. ഓക്കെ, ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഫസ്റ്റ് ഫ്ലോറിലെത്തിയപ്പോൾ നല്ല വൈറ്റ് കളറുള്ള ടൈല് കാണാൻ സാധിക്കുന്നുണ്ട്. യെല്ലോ ആൻഡ് വൈറ്റ് കളറിലുള്ള ലൈറ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. തടി കൊണ്ടുള്ള ഡിഫറെന്റ് ഡോറുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഡോറുകളിൽ വേറെ നമ്പേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഡോറ് നോക്കി പോയപ്പോൾ നിങ്ങൾ അവിടെ ലിഫ്റ്റ് കാണുന്നു. അങ്ങനെ നിങ്ങൾ ലിഫ്റ്റ് കണ്ടു. ലിഫ്റ്റിന്റെ ബട്ടൺ അമർത്തുന്നു. ബട്ടൺ റെഡ് കളർ ആകുന്നു. അങ്ങനെ നമ്പർ കുറഞ്ഞു വന്ന് ലിഫ്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഓപ്പൺ ആയി. നിങ്ങൾ ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. നിങ്ങളുടെ ആ ടോപ്പ് ഫ്ലോറിലുള്ള നമ്പർ അമർത്തുന്നു. അങ്ങനെ വീണ്ടും ലിഫ്റ്റ് ക്ലോസ് ആവുന്നു. അങ്ങനെ മാറി ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ നിങ്ങൾ എത്താണ്. അങ്ങനെ ടോപ്പ് ഫ്ലോറിലെത്തി ലിഫ്റ്റ് തുറന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ, ഫ്രണ്ടിലൊരു വിൻഡോയിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ കാണുന്നു. കുറെ കുന്നുകളും കുറെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കാണുന്നു. അങ്ങനെ നിങ്ങൾ കുറച്ചും കൂടെ വിൻഡോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ വിൻഡോയുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ താഴേക്ക് നോക്കണം. ജസ്റ്റ് നിങ്ങൾ താഴേക്ക് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല സിറ്റി, നിങ്ങൾ പോയ സിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, അതിൽ നിന്ന് ആ സിറ്റി നിങ്ങൾ കണ്ടല്ലോ, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം ചൂസ് ചെയ്യാം. എന്തും ആകാം, എന്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത് കഴിഞ്ഞവർ പതിയെ കണ്ടു തുടങ്ങും. ഇപ്പൊ എല്ലാവരുടെ മൈൻഡിൽ ഒരു സാധനം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ശരിയാവാതിരിക്കാം. ഓക്കെ, ഞാൻ പറയുന്നത് ശരിയാവാതിരിക്കാം. നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുക ഒരു മരമോ അല്ലെങ്കിൽ ഒരു കാറോ ആയിരിക്കും. Am I right? ഒരു ക്ലാപ്പ് തരാം. താങ്ക് യു. ഇനി എനിക്ക് നെക്സ്റ്റ് എനിക്കൊരു വോളണ്ടിയറിന് ആവശ്യമുണ്ട്. അപ്പോ ഞാൻ നേരിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല. ഓക്കെ, ഞാൻ എന്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. വെയിറ്റ്. ആസ് യൂഷ്വൽ എല്ലാ മെന്റലിസ്റ്റിന്റെ കയ്യിലുണ്ടാവുന്ന ഒരു സാധനമാണ് കാർഡ്സ്. ഡെക്ക് ഓഫ് കാർഡാണ്. ഈ കാർഡിന് ഞാനൊരു സാധനം ചൂസ് ചെയ്തു. ജസ്റ്റ് ഒരു കാർഡ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പറയാം ഞാൻ ഏത് സൈഡിലാണ് ചൂസ് ചെയ്യുന്നത്. ഈ സൈഡ് വേണം, ഈ സൈഡ് വേണം. ഓക്കെ, ഞാൻ റാൻഡമായിട്ട് അറിയാം. ഈ കാർഡ് ആരുടെ അടുത്ത് വന്ന് വീഴുന്നോ അയാൾ എഴുന്നേറ്റ് വരാം. ഓക്കെ, ഒന്നുകൂടെ എടുക്കാം. കാറ്റാണ് തോന്നുന്നത്. ഒരാൾ കയറി വരാമോ? എത്തുന്നില്ല, കാർഡ് അറിഞ്ഞിട്ട് എത്തുന്നില്ല. ഏതെങ്കിലും ഒരാൾ എഴുന്നേറ്റ് വരാമോ? ജസ്റ്റ് ഒരാൾ വന്നാമോ? ആർക്കും വരാം. പ്ലീസ്. നിനക്ക് കൗണ്ട് ചെയ്യാനറിയോ? കൗണ്ട് ചെയ്യാൻ ജസ്റ്റ് ഗീവ് ഹിം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്.
Steady. ഞാൻ ഇങ്ങനെ കാർഡിന്റെ എടുത്തോളെ ഇങ്ങനെ ഫിംഗേഴ്സ് ഇങ്ങനെ ട്രിപ്പിൾ ചെയ്തു നിങ്ങൾക്ക് ഏത് പോയിന്റിൽ വേണം സ്റ്റോപ്പ് ഏത് പോയിന്റിൽ വേണം സ്റ്റോപ്പ് എന്ന് പറയാം. ഓക്കെ സ്റ്റാർട്ട് ചെയ്യണേ. സ്റ്റോപ്പ് ഷുവർ ഇവിടെ വേണം. ഓക്കെ ഈ കാർഡ് അങ്ങ് ചൂസ് ചെയ്തു. കാർഡിന്റെ നമ്പർ ഒന്ന് നോക്കി പറഞ്ഞു 7. ഓക്കെ അപ്പൊ നമുക്ക് 7 കാർഡ്സ് ചെയ്തു. ഇതിപ്പോ സംഭവം നമുക്ക് ട്രൈ ചെയ്യാം. ഈ കാർഡിന്റെ നമ്പർ ഡിഫറെന്റ് ആണ്, കംപ്ലീറ്റ് ഡിഫറെന്റ് ആണ് അല്ലേ? ഡിഫറെന്റ് അല്ലേ? ഏതെങ്കിലും സീക്രട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, എല്ലാ നമ്പേഴ്സ് അല്ലെങ്കിൽ ഷേപ്പ് വ്യത്യാസമായിരിക്കും. അത് ഷേപ്പ് വ്യത്യാസമുണ്ട്, എല്ലാം ഡിഫറെന്റ് ആണ്. ഓക്കെ നീ പറഞ്ഞ പോലെ ഞാൻ 7 കാർഡ് എടുക്കാം. ആയിക്കോട്ടെ. 1 2 3 4 5 6 7 കാർഡ്. ഞാൻ ശ്രദ്ധിച്ചുള്ള ഈ കാർഡിൽ ഞാൻ ഇതിന്റെ നമ്പറോ ഇതിന്റെ ഷേപ്പോ ഇതിന്റെ കളറോ ഒന്ന് ഞാൻ ഇതിനകത്ത് നോക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് നോക്കുന്നത് ഈ കാർഡ് എത്ര കൗണ്ട് എന്ന് മാത്രം നമ്മൾ നോക്കുന്നു. ശരിയല്ലേ? ഈ കാർഡ് 7 കാർഡാണ് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്തു കാർഡ് പറഞ്ഞാൽ നോക്കി ഒത്തിരി 2 കാർഡ് ഇല്ലല്ലോ, ഒറ്റ കാർഡ്. ഇതോ സെയിം ഒറ്റ കാർഡല്ലോ. ഇതോ ഒരു കാർഡാണ്. കാർഡ് വെച്ചു കാർഡ് 1 2 3 ടോട്ടൽ എത്ര കാർഡ് നോക്കി 7. ഈ 7 കാർഡ്സ് കയ്യിൽ കുറച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കാർഡിലേക്ക് ടച്ച് ചെയ്യും. ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 7 കാർഡ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ ടോട്ടൽ വന്ന കാർഡാണ് 3. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഡിഫറെന്റ് ഡിസിഷൻ എന്റെ കയ്യിലുള്ള കാർഡ്സും എന്റെ കയ്യിലുള്ള കാർഡ്സും 3 കാർഡ് അവരുടെ കയ്യിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യും. ടെലിഫോൺ ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ ഞാൻ നിർണ്ണയിച്ചു. ഞാൻ നോക്കാം. നമ്മളെന്താ കാണാൻ പറഞ്ഞ 7 1 2 3 4 5 6 7 കാർഡ്സ് ഇതിന്റെ കയ്യിലുള്ള 7 കാർഡ്സ് 1 2 3 4 5 6 and 7. 7 കാർഡല്ലോ. ഞാൻ ചെയ്ത് ശരിയായി നിന്റെ കയ്യിൽ എത്ര കാർഡ് കൊടുക്കണം? 3 കാർഡ്. കൗണ്ട് ചെയ്ത് 1 2 and 3. That's 10 cards. Okay, let's listen. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ചിലപ്പോൾ എന്തുകൊണ്ടെങ്കിലും വന്നതായിരിക്കും. ഇന്നും ട്രൈ ചെയ്തു. അതുപോലെ ട്രൈ ചെയ്തു. ഓക്കെ നല്ല ഷഫിൾ ചെയ്തു. Which is number 1. അതിൽ നമ്പർ ജസ്റ്റ് 7 cards. Let's try. നമുക്കൊരു 7 കാർഡ് കൂടെ കൂടെ നോക്കാം. Let's അവിടെ തന്നെ നിന്നോ. അവിടെ തന്നെ റെഡി. 3 കാർഡെങ്കിലും കുറച്ച് സിമ്പിളാണ്. 7 കാർഡ് എന്നൊക്കെ പറയുന്നത് 7 കാർഡ് നോക്കാം. നമുക്ക് കയ്യിൽ ഒരു ഹെവി ഫീൽ ചെയ്യുന്നു ഇല്ല. പക്ഷെ എന്റെ കയ്യിൽ കാർഡ് പോകും. എന്റെ കയ്യിൽ ഡെക്കിന്റെ വലുപ്പം പോകും. എന്റെ കയ്യിൽ ഡെക്കിന്റെ വലുപ്പം. ലെറ്റ്സ് കൗണ്ട്. ഒന്ന് കൗണ്ട് ചെയ്യും. ഇപ്പൊ എത്ര കാർഡ് ഉണ്ടാവും? 17 കാർഡ്സ് ഉണ്ടാവും. ലെറ്റ്സ് കൗണ്ട്. 1 2 3 4 5 6 7 8 9 10. 10 കാർഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. ശരിയാണെങ്കിൽ 7 കാർഡ് ഉണ്ടാവും. ലെറ്റ്സ് കൗണ്ട്. 11 12 13 14 15 16 and 17. Thank you. Thank you. Okay.
എനിക്ക് ആരോട് കാര്യം ശരിക്കും പറഞ്ഞാൽ എനിക്ക് 6 പേരുടെ ആവശ്യമില്ല. നെക്സ്റ്റ് ഒരു 6 പേര് പറയാമോ? 6 പേര്, 6 മെമ്പേഴ്സ്. 6 മതി. ഹാർഡ് വരും. നിങ്ങളുടെ മനസ്സിലുള്ള ഡാർക്ക് ഡീപ് സീക്രറ്റ്സ് എന്ന് ഞാൻ ആരും പറയില്ല. പണ്ട് ദൃശ്യത്തിലെ മോഹൻലാൽ പറഞ്ഞ മതി, ആ സത്യം എന്നിലൂടെ മണ്ണിലിറങ്ങിയാണ്. അവിടെ ആരും പേടിക്കേണ്ട. എനിവൺ കേൾക്കാം. മിസ്സിന് വരാൻ ആർക്കും വരാം. 6 മെമ്പേഴ്സ്. കുറച്ച് ഏജിലായിട്ടുള്ള ആൾക്കാരായില്ല, കുട്ടികളാണ്. അലിമിനീസൊക്കെ അവിടെ പോയി വാ എന്നിട്ടൊക്കെ വായിച്ചോ. ഈ കുറവുള്ള ഒത്തിരി കുറച്ച് ഏജിലായിട്ടുള്ള ആൾക്കാരാണ്. 3 പേര്. ആർക്കും മതി. സമയം പോയിക്കൊണ്ടിരിക്കും. വേഗം മതി, വേഗം വായിക്കും. NSSന്റെ ഒക്കെ കുറച്ച് ആൾക്കാരും കണ്ടല്ലോ ബാക്കിയിൽ. അവരൊന്നും കണ്ടില്ല. സാറേ പോയി 2 പേര്. പ്ലീസ് വേഗം വായി, സമയം പോകും. 2 പേര് പ്ലീസ് വേഗം വായി. സാറ് വായോ, വാ, പേടിക്കണ്ട, വാ. Just give him a big round of applause. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നേരാം. ഡിസ്റ്റൻസ് വന്നേരാം. നിങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് നിങ്ങളെല്ലാവരും കൈയൊന്ന് ബാക്കിലേക്ക്, കൈ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക്. ഓക്കെ, ഇനി തിരിഞ്ഞ് നോക്കുന്നത് നേരെ ജസ്റ്റ് നേരെ നോക്കുക. ഓക്കെ, ബാക്കിലേക്ക് keep it. Just keep it. Okay. ഇതിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ നിൽക്കുന്നവരില് ഒരാൾ ഓടണം. നമ്മൾ ചെയ്യേണ്ടതുള്ളൂ, ഒരാളെ എഴുതുന്ന ഒരു നമ്പർ പറയാം. 1-ന് മാറിനുള്ളിലുള്ള ഒരു നമ്പർ പറയാം. ഒരാളെ എഴുതുന്നത് പറഞ്ഞു നമ്മൾ വേറെ കാര്യം ചെയ്യാം. ജസ്റ്റ് എഴുതുന്നത് പറഞ്ഞു 4. കോൺഫിഡൻസ് 4. കംപ്ലീറ്റ്ലി കോൺഫിഡൻസ് ചേഞ്ച് ചെയ്യണം, വേണ്ട. 4. ഓക്കെ, 1 2 3 4. കംപ്ലീറ്റ് കൂടുതൽ. ഗുഡ്. ഇനി നിങ്ങൾ 6 പേരും നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന സാധനം ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്തു. നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന സാധനം എന്താ ജസ്റ്റ് സാർ നിങ്ങൾ പോലെ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ 5 പേരൊന്ന് കുറച്ച് കുറച്ചുകൂടെ സ്പ്രെഡ് ആയിട്ട് ഇപ്പൊ നിങ്ങളൊരു എഫക്ട് എന്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കണം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കണം. ലെറ്റ്സ് okay, I have about some papers and some more. And then black mark. Sir, ചെയ്യേണ്ടത് ഒരു 7 digit number. ചില കോഡുകൾ വലുപ്പത്തിലേക്ക് 7 digit number ചെയ്തിട്ടുണ്ട്. Actually, ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ നമ്പർ, ഓക്കെ, എൻ്റെ മനസ്സിൽ ഒരു സ്പെഷ്യൽ നമ്പർ ഞാൻ അതിനകത്ത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി സെർച്ച് ചെയ്തിട്ടുള്ളൂ ഒരു റാൻഡം ആയിട്ടുള്ള 3 digit നമ്പർ. റാൻഡം കംപ്ലീറ്റ്ലി റാൻഡം ഒരു 3 digit നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്യും. കംപ്ലീറ്റ്ലി റാൻഡം ആയിട്ടുള്ള ഞാനൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു 3 digit നമ്പർ അല്ലെങ്കിൽ ഏതൊരു 3 digit ടൈപ്പ് ചെയ്യുന്നത്. Good. We got okay. How much you are going to do this? Thank you.
വേറെ ഏതെങ്കിലും ഓക്കെ ഓക്കെ ഒരു 7 ഡിജിറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് സെർച്ച് ചെയ്യാൻ പറ്റും സെക്കൻഡ് ആ നമ്പർ ഞാൻ പറയുന്നു സാറിന്റെ നമ്പർ ഒന്ന് വെച്ചിട്ട് യു ക്യാൻ സീ എ നമ്പർ ഈ ഒരു 7 ഡിജിറ്റ് നമ്പർ കാണിക്കുന്നത് സിമ്പിൾ പ്ലീസ് റീഡ് ദ നമ്പർ 7 8 8 7 7 9 3 6 4 നമ്മൾ മനുഷ്യന്മാർ ഒരുപാട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട് അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സർ താങ്ക് യു സാറോട് ഒരു കാര്യം സർ ഞാൻ ഓക്കെ സാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൂടെ കണക്ഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്പർ 1 നും 100 ഇടയിലുള്ള ഒരു നമ്പർ മനസ്സിലാക്കി 1 നും 100 വേണ്ട 2 ഡിജിറ്റ് നമ്പർ ഒരു നമ്പർ ഒന്ന് മനസ്സിലാക്കി ഒരു 2 ഡിജിറ്റ് നമ്പർ ഒന്ന് മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കില്ല ഒരു 2 ഡിജിറ്റ് ആയിട്ടുള്ള നമ്പർ വെച്ചിട്ടുണ്ടോ 18 സാർ എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ട് കുറച്ച് ലിസ്റ്റ് കാണുന്നുണ്ട് ഈ ലിസ്റ്റിൽ ഇവർ സെലിബ്രിറ്റി എന്നുള്ള ലിസ്റ്റ് സാറിന് പറഞ്ഞ നമ്പറിനോട് ചേർന്ന് നിൽക്കുന്ന ആ നമ്പർ സെയിം അടിക്കുന്ന ആ പേഴ്സന്റെ പേര് കിട്ടും അത് മനസ്സിലാക്കി ബാക്കിലൂടെ ജസ്റ്റ് ബാക്ക് ആ അതിന് ബാക്ക് ഇവിടെ ബാക്ക് ഓപ്ഷൻ അത് ഞാനത് കാണാതിരിക്കുന്നു നമ്മുടെ മനസ്സിലായത് നമ്പർ 42 ഇതിനകത്തൊരു ഷോപ്പിങ്ങിന്റെ ലിസ്റ്റ് ഉണ്ട് അതിനകത്ത് 42 വരുന്ന ബോർഡ് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പറയരുത് മൈൻഡിൽ തന്നെ വെച്ചു ഇതൊക്കെ കമ്പ്യൂട്ടർ നമ്പേഴ്സ് ഞാൻ ആരോഗ്യം പറഞ്ഞിരുന്നു വി ഗോട്ട് ജോബ്സ് ലിസ്റ്റ് ജോബുകളുടെ ഒരു ലിസ്റ്റ് 13 നമ്പർ മൈൻഡിൽ തന്നെ ജസ്റ്റ് കാണുന്നത് സാർ നമ്പർ 66 നമുക്ക് ലാസ്റ്റ് കൺട്രീസിൻ്റെ ഒരു ലിസ്റ്റ് 66 നമ്പർ 100 പേര് ഇപ്പൊ നിങ്ങളുടെ 4 പേരുടെ മനസ്സിൽ ഒരു കംപ്ലീറ്റ്ലി റാൻഡമായിട്ട് നമ്പർ ഓർക്കുന്നു ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു കംപ്ലീറ്റ്ലി റാൻഡമായിട്ടുള്ള ഒരു സംഭവം അല്ലെ ഒരു വേർഡാണ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വസ്തുവാണ് ചിലപ്പോൾ എന്തോ ഓക്കെ ഞാൻ 4 ലിസ്റ്റാണ് ഇവിടെ കാണിച്ചത് സാറിനെ കാണിച്ചത് സെലിബ്രിറ്റീസിന്റെ ഷോപ്പിങ്ങിന്റെ പിന്നെന്താണ് ആനിമൽസിന്റെ ജോബ്സിന്റെ കൺട്രീസ് സാറിന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു പേഴ്സൺ ഒരു സെലിബ്രിറ്റി പേഴ്സൺ ഉണ്ട് ജസ്റ്റ് ആ ഒരാളെ വിഷ്വലൈസ് ചെയ്യാം സാറിന്റെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം ഒരു ഇന്ത്യൻ അല്ലേ ഇന്ത്യൻ അല്ല മേ ബി എ പൊളിറ്റീഷ്യൻ 2 വേർഡാണ് പേര് ആ പേരിൽ 2 വേർഡ്സ് ഉണ്ട് സ്റ്റാർട്ടിങ് വിത്ത് ആ ലെറ്റർ ഒന്ന് മാച്ച് സ്റ്റാർട്ടിങ് ആ ഒരു ഷോപ്പിങ്ങിന്റെ ലിസ്റ്റിൽ കണ്ട ഒരു സംഭവം ഷോപ്പിങ്ങിന്റെ ലിസ്റ്റിൽ ഒരു സംഭവം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒരു ഫുഡ് ഐറ്റം ഉണ്ടോ അല്ല അത് ഫസ്റ്റ് ഫുഡ് ഐറ്റം അല്ല മറന്നുപോയോ എന്തായിരുന്നു മറന്നുപോയോ ഓർമ്മയുണ്ടോ ഒരു ഫുഡ് ഐറ്റം ആയിരുന്നു ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ആ വസ്തു അല്ലെങ്കിൽ ആ ഫുഡായിട്ട് എങ്ങനെ കാണാമെന്ന് ഒന്ന് വിശ്വസിച്ച് മനസ്സിൽ വിചാരിക്കും അതിന്റെ കളറ്
ജോബ് എന്ന് മനസ്സിലാക്കി. ടൂൾസ് വെച്ച് കണ്ടിട്ടുണ്ട് അല്ലേ? ടൂൾസ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്നു. ഈ സാറിൻ്റെ അടുത്തൊരു കൺട്രി ആയിരുന്നു ഏഷ്യ, ഏഷ്യയിലുള്ള ഒരു കൺട്രി ഇന്ത്യ, ഇന്ത്യക്ക് അടുത്തുള്ള രാജ്യം. സർ ജസ്റ്റ് പേപ്പർ സർ നോക്കരുത്, ജസ്റ്റ് പേപ്പർ സർ നോക്കരുത്. നോക്കരുത്. നമ്മുടെ ഒരു 4 വേർഡ്സ് ഉണ്ടായിരുന്നു. ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു കൺട്രി ഉണ്ടായിരുന്നു, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി പേഴ്സൺ ഉണ്ടായിരുന്നു, ഒരു ജോബ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് 4ഉം ഇപ്പൊ ഞാൻ കാണിച്ച ലിസ്റ്റിൽ 100 ലിസ്റ്റ് ഉണ്ടായിരുന്നു. 100 പേഴ്സൺസ് അല്ലെങ്കിൽ 100 ഡിഫറെന്റ് ലിസ്റ്റ് ആയിരുന്നു. അത് എനിക്ക് മനപ്പാഠം പഠിച്ചിട്ട് വേണമെങ്കിൽ പറയാം, ശരിയല്ലേ? പക്ഷേ ഓക്കെ, 500 ലിസ്റ്റ് ഉണ്ടാവും. 500 ലിസ്റ്റ് കാണാപ്പാടം പഠിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പോകണ്ട. സാറിന്റെ മനസ്സ് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ, എല്ലാവരും ഒന്ന് ഡിസ്പ്ലേ എന്താ എഴുതി നോക്കരുത്, ജസ്റ്റ് ഒന്ന് തുറന്നു പിടിക്കാം. സാറിന്റെ മനസ്സിലുള്ള Abraham Lincoln. മെക്കാനിക്. രാജ്യം പാകിസ്ഥാൻ. വൺ സെക്കൻഡ്, ഒരു കാര്യം കൂടെ. ജസ്റ്റ് ഓർമ്മ എന്റെ ഇൻസ്റ്റാഗ്രാം വന്നിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാം അൽത്താഫ്, ജസ്റ്റ് അൽത്താഫ്, ANTHAFAFE. എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നോക്കുക. ഞാൻ രാവിലെ നമുക്ക് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ. കിട്ടിയാലെന്ന് പറയാൻ ആരെങ്കിലും കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? Okay, that was Abraham Lincoln eating a popcorn while riding on a horse in the city of Pakistan. So, ഞാൻ പറഞ്ഞു മനുഷ്യന്മാർക്കിടയിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് കൂടുതൽ മെന്റലിസം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നടന്നത് മൊത്തം നമ്മുടെ ഉള്ളിലുള്ള കണക്ഷനാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മൈൻഡ് റീഡ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചതാണ്. നോട്ട് ബൈ എ ചാൻസ്, നോട്ട് ബൈ എ. സോ ദിസ് ഈസ് മൈ മെന്റലിസ്റ്റ് അൽത്താഫ് സൈനിങ് ഓഫ്. താങ്ക് യു.